വിദേശ ഫണ്ട് സ്വീകരിച്ച് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യം. 10 മലയാളികൾ ഉൾപ്പെടെ 86 മാധ്യമ പ്രവർത്തകർക്കും കോൺഗ്രസ് പാർട്ടിക്കും പണം ലഭിച്ചു എന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അടക്കം പറഞ്ഞത് ഇത്തരക്കാരെ കണ്ടുപിടിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ്. ഈ ഫണ്ട് കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? 86 മാധ്യമ പ്രവർത്തകർ ഈ ഒരു വിദേശ ഫണ്ട് കൈപ്പറ്റിയെന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ 10 മലയാളികളും ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു വസ്തുതയാണ്. ഇത് സംബന്ധിച്ച് ആരൊക്കെയാണ് ഈ പണം കൈപ്പറ്റിയത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. അതേസമയം വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഭാരതത്തിൻ്റെ അഖണ്ഡത തന്നെ തകർക്കുവാൻ വേണ്ടി, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടന്നതെന്നാണ് പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഒരു വിഭാഗം മാധ്യമങ്ങളും ഇതിൽ പങ്കാളികളായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് ചില ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ OMDR നെറ്റ്വർക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അത് ഇന്ത്യൻ എക്സ്പ്രസിന് ചെന്നൈയിലും ഡൽഹിയിലും ഓരോ പരിപാടികൾ നടത്തുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചതായിട്ടുള്ള ഇതിനോടകം തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 12, 2024 ഓഗസ്റ്റ് 12 ചെന്നൈയിലും അതേപോലെ തന്നെ ജനുവരി 2025 ഡൽഹിയിലും ആണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതിന് പിന്നിൽ ഈ OMDR നെറ്റ്വർക്കിൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ ഈ ജോർജ് സോറസിൻ്റെ ഓപ്പൺ സൊസൈറ്റിക്ക്, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന് അതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പല കോണുകളിലൂടെ നടക്കുകയാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുവാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഇതിനെല്ലാം ഉപരി ഈ മാധ്യമ പ്രവർത്തനം അത് പ്രത്യേകിച്ച് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമായി മാറ്റുകയായിരുന്നു. ഈ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ പണം കൈപ്പറ്റിക്കൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനായി മാധ്യമ പ്രവർത്തനത്തെ മാറ്റി എന്നുള്ളതും ഏറെ വേദനാജനകമാണ്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മലയാളികൾ അടക്കമുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. നമുക്കറിയാം, മലയാള മാധ്യമങ്ങളടക്കം നിരന്തരം BJPക്കെതിരായിട്ട് നിരന്തരം വാർത്തകൾ ചമച്ചിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അത്തരമൊരു കാലഘട്ടമായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും രാഹുൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നും ഒക്കെ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പ്രചരണം. ആ പ്രചരണങ്ങളുടെയൊക്കെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഈ വിദേശ ഫണ്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. ജോർജ് സോറസ് നേരത്തെയും ഭാരതത്തിൽ ഇതേപോലെ തന്നെ അമേരിക്കൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥിതിയെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. 2012 അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷനിലും ഈ സമാനമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്വതന്ത്ര പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാനും ഇതേപോലെ തന്നെ ജോർജ് സോറസിൻ്റെ ഓപ്പൺ ഫൗണ്ടേഷനിൽ നിന്നും ഭാരതത്തിലേക്ക് ഫണ്ട് ഒഴുകി എന്നുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം ഭാരതത്തിൻ്റെ ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് അമേരിക്കയുടെ സഹായമാണ് അവർ കൈപ്പറ്റിയത് എന്നുള്ള വിവരങ്ങളാണ് അമിത് മാളവി അടക്കം BJPയുടെ IT സെൽ മേധാവി അമിത് മാളവി അടക്കം പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ അദ്ദേഹവും ആവശ്യപ്പെട്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ പണം കൈപ്പറ്റിയ ആൾക്കാരുടെ മുഴുവൻ അവർക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ ഈ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനൊപ്പം നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊപ്പം തന്നെ താഴേക്കിടയിലേക്ക്, സാധാരണക്കാർക്കിടയിലേക്ക് പോലും ഈ പ്രതിഷേധം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാധ്യമധർമ്മം, നിഷ്പക്ഷമായ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ട മാധ്യമങ്ങൾ വിദേശത്ത് നിന്നും കോഴ കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു മാധ്യമത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള പ്രവണത അത് സ്വാഭാവികമായും വരുന്ന മാധ്യമധർമ്മത്തിന് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് തന്നെ അത് നാണക്കേടായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിന് അന്വേഷണത്തിലേക്ക് കടക്കും. അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ സഹായം ലഭിച്ച മുഴുവൻ ആൾക്കാരെയും
നടത്തും എന്നുള്ളതാണ് BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ജനവിധി അട്ടിമറിക്കുവാൻ വേണ്ടി, ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വിദേശ ഫണ്ടിങ്ങിലൂടെ അല്ലെങ്കിൽ വിദേശ പണം കൈപ്പറ്റിയതിലൂടെ കോൺഗ്രസ് അതിലൂടെയാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒരു കോണിൽ കൂടെ നടക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവി. ശരി നന്ദൻ, ജനാധിപത്യവും ഭരണവും അട്ടിമറിക്കാനുള്ള വിദേശ ഫണ്ടിങ് ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പക്ഷേ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.